പശ്ചിമേഷ്യൻ സംഘർഷം അതിന്റെ ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നുപോകവെ ഇറാനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ പ്രധാന എണ്ണക്കടത്തു പാതയായ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകളിൽ നിന്ന് ഫീസ് ഈടാക്കാനുള്ള ഇറാന്റെ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും അത് ഉടനടി അവസാനിപ്പിക്കണമെന്നും ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ US-ഉം ഇറാനും തമ്മിൽ നിർണായകമായ സമാധാന ചർച്ചകൾ ആരംഭിക്കാനിരിക്കെയാണ് ട്രംപിന്റെ ഈ കടന്നാക്രമണം. 2026 ഫെബ്രുവരിയിൽ ഇറാനെതിരെ US-ഉം ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം മേഖലയിലുണ്ടായ യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് അറുതി വരുത്താനാണ് ഈ ചർച്ചകൾ ലക്ഷ്യമിടുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ടാങ്കറുകളിൽ നിന്ന് ഇറാൻ നിയമവിരുദ്ധമായി പണം ഈടാക്കുന്നതായി റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ടെന്ന് ട്രംപ് ആരോപിച്ചു. എന്നാൽ കടലിടുക്കിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി മലിനീകരണം തടയുന്നതിനുമുള്ള ചെലവിലേക്കാണ് ഈ തുക എന്നതാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നു. കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും അധികാരമില്ലെന്നാണ് വാഷിംഗ്ടൺ വ്യക്തമാക്കുന്നത്. പ്രതിദിനം കോടിക്കണക്കിന് ബാരൽ ക്രൂഡ് ഓയിൽ കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഇറാന്റെ കയ്യിലാണെന്നത് ആഗോള എണ്ണ വിപണിയെ ആശങ്കയിലാഴ്ത്തുന്ന ഘടകമാണ്. ആയതുകൊണ്ട് തന്നെ ഹോർമുസിൽ ഇറാൻ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ തങ്ങളുടെ സാമ്പത്തിക താൽപര്യങ്ങളെ ബാധിക്കുമെന്ന് US ഭയപ്പെടുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇരു രാജ്യങ്ങളും ചർച്ചയുടെ മേശയിലേക്ക് വരുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് ലോകം കാണുന്നത്. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ചർച്ചയിൽ ഇറാൻ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് തങ്ങൾ തയ്യാറാക്കിയ 10 നിർദ്ദേശങ്ങളായിരിക്കും. ഇവ അംഗീകരിച്ചാൽ മാത്രമേ മേഖലയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകൂ എന്നാണ് ഇറാന്റെ നിലപാട്. ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യുകയും ഭാവിയിൽ ഇസ്രായേലോ US-ഓ ആക്രമണം നടത്തുന്നില്ലെന്ന് രേഖാമൂലം ഉറപ്പ് നൽകുകയും ചെയ്യുക. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയ്ക്കായി പുതിയ അന്താരാഷ്ട്ര സംവിധാനം രൂപീകരിക്കുകയും ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികളിൽ ബാഹ്യ ഇടപെടലുകൾ ഒഴിവാക്കുകയും ചെയ്യുക. ഇതാണ് ഇറാന്റെ 10 നിർദ്ദേശങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടവ. 2026 ഫെബ്രുവരി 28-ന് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US-ഉം ഇസ്രായേലും നടത്തിയ ആക്രമണമാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആധാരം. ഇതിന് തിരിച്ചടിയായി ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. പ്രതിദിനം 15 കപ്പലുകൾക്ക് മാത്രം പ്രവേശനം നൽകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഇത് ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതോടെയാണ് ചർച്ചകൾക്ക് US സമ്മതം മൂളിയത്. എന്നിരുന്നാലും ലെബനനിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങൾ ചർച്ചകളുടെ വിജയത്തെ ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാനിലെ ഇറാൻ സ്ഥാനപതി റേസ അമീറി മുഖാദം ആരോപിച്ചു. ഈ ചർച്ച പരാജയപ്പെട്ടാൽ ആഗോള എണ്ണവിലയിൽ വൻ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ചർച്ചയെ ഉറ്റുനോക്കുകയാണ്. ഹോർമുസിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതി സുഗമമാകൂ. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ ചർച്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധം ഒഴിവാക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. എന്നാൽ ഇറാന് അമിതമായ ഇളവുകൾ നൽകുന്നത് ഇസ്രായേൽ അനുകൂല ലോബികളെ ചൊടിപ്പിക്കുകയും ചെയ്യും. ഇറാനുമായുള്ള ഏതൊരു കരാറും ഇസ്രായേൽ സംശയത്തോടെയാണ് കാണുന്നത്. നയതന്ത്ര ശ്രമങ്ങളെ അട്ടിമറിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നുവെന്ന ഇറാന്റെ ആരോപണം ചർച്ചകളുടെ അന്തരീക്ഷത്തെ ബാധിച്ചേക്കാം. ഫെബ്രുവരിയിലെ ആക്രമണത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കടുത്ത അവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതിനു പുറമെ ട്രംപിന്റെ അപ്രതീക്ഷിതമായ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ പലപ്പോഴും ചർച്ചകളുടെ ഗതി മാറ്റാറുണ്ട്. ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടാൽ അത് വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ലെബനനിലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളും ഇറാൻ ഇസ്രായേൽ തർക്കവും ചർച്ചകളുടെ ഗതിയെ ബാധിക്കാൻ ഏറെ സാധ്യതയുണ്ട്. എങ്കിലും ട്രംപിന്റെ സമ്മർദ്ദ തന്ത്രങ്ങളും പാകിസ്ഥാന്റെ മധ്യസ്ഥതയും മേഖലയിൽ സമാധാനം കൊണ്ടുവരുമോ എന്നാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ലോകം കാണാനിരിക്കുന്നത്.